കണ്ണടച്ചു തുറക്കും മുൻപേ കൺമുന്നിൽ സമാനതകളില്ലാത്ത ദുരന്തം. എന്താണ് വയനാടിന് സംഭവിച്ചത്? സംസ്ഥാനം ഇനി നേരിടേണ്ടി വരിക ഇതിലും വലിയ ദുരന്തത്തെയോ? വയനാടിന് വളരെ ദുർബലമായ ഭൂപ്രകൃതിയാണ് ഉള്ളത്. വെളുപ്പിന് 1 മണി സമയത്താണ് വയനാട്ടിൽ മുണ്ടക്കൈ എന്ന പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അതിനു പിന്നാലെ ചൂരൽമലയിലും ഉരുൾപൊട്ടി. ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ അടുത്ത ഉരുൾപൊട്ടലും സംഭവിച്ചു. ശക്തമായ ഉരുൾപൊട്ടലിൽ കിലോമീറ്ററുകൾ വ്യാപ്തിയിൽ ഒരു പ്രദേശമാകെ ഒലിച്ചു പോവുകയായിരുന്നു. വയനാട് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടൽ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി മാറുകയാണ്. അതിശക്തമായ മഴയിൽ നനഞ്ഞു കുതിർന്നു കിടക്കുകയായിരുന്നു വയനാട്. ചെങ്കുത്തായ ഭൂപ്രദേശവും ദുർബലമായ മണ്ണുമായതിനാൽ ഉരുൾപൊട്ടലിനെ ചെറുത്തു നിൽക്കാൻ സാധിച്ചില്ല. ചൂരൽമല എന്ന സമനില പ്രദേശത്തിന് മുകളിലായാണ് മുണ്ടക്കൈ എന്ന പ്രദേശമുള്ളത്. അതിനു മുകളിലാണ് ഉരുൾപൊട്ടൽ സംഭവിച്ചത്, ഒരു പ്രദേശത്തെ ഒന്നടങ്കം നശിപ്പിച്ചതും. ഇന്ത്യയിൽ കൂടുതൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള 30 ജില്ലകളിൽ 10 എണ്ണവും കേരളത്തിലാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഈ പട്ടികയിൽ വയനാട് 13ാം സ്ഥാനത്താണ്. പശ്ചിമഘട്ടത്തിലെയും കൊങ്കൺ കുന്നുകളിലെയും 0.09 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതായി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ കഴിഞ്ഞ വർഷം വ്യക്തമാക്കിയിരുന്നു. പരിസ്ഥിതി ദുർബലമായ പശ്ചിമഘട്ടത്തിലെ കുടിയേറ്റവും കെട്ടിടങ്ങളും മേഖലയെ കൂടുതൽ ദുർബലപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും കേരളത്തിൽ പശ്ചിമഘട്ട മേഖലയിൽ ജനസാന്ദ്രതയും ഗാർഹിക സാന്ദ്രതയും വളരെ ഉയർന്ന നിലയിലാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2021 പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ വ്യക്തമാക്കുന്നത് കേരളത്തിലെ എല്ലാ ഉരുൾപൊട്ടൽ ഹോട്ട്സ്പോട്ടുകളും പശ്ചിമഘട്ട മേഖലയിലാണെന്നാണ്. അത് ഇടുക്കി, എറണാകുളം, കോട്ടയം, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നത് കേരളത്തിലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. 2022 കേന്ദ്രം പുറത്തുവിട്ട കണക്ക് നോക്കുക. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഒട്ടാകെ 3782 ഉരുൾപൊട്ടലുകൾ ഉണ്ടായപ്പോൾ 2239 എണ്ണവും കേരളത്തിലായിരുന്നു. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പശ്ചിമ ബംഗാളിലുണ്ടായത് 376 എണ്ണം മാത്രം. തമിഴ്നാട്ടിൽ 196, കർണാടകയിൽ 194, ജമ്മു കശ്മീരിൽ 184 എന്നിങ്ങനെയാണ് കണക്ക്. അതായത് രാജ്യത്ത് ആകെയുണ്ടാകുന്ന ഉരുൾപൊട്ടലുകളിൽ 60% കേരളത്തിലാണെന്ന് ചുരുക്കം. കേരളത്തിലെ മൊത്തം ഉരുൾപൊട്ടലിന്റെ 59% തോട്ടം മേഖലകളിലാണ് സംഭവിച്ചത്. വയനാട്ടിലെ വനവിസ്തൃതി കുറയുന്നത് സംബന്ധിച്ച് 2022 നടത്തിയ ഒരു പഠനം കാണിക്കുന്നത് 1950-നും 2018-നും ഇടയിൽ ജില്ലയിലെ 62% വനങ്ങളും അപ്രത്യക്ഷമായപ്പോൾ തോട്ടങ്ങളുടെ വിസ്തൃതി 1800% ഉയർന്നുവെന്നാണ്. ഇന്റർനാഷണൽ ജേർണൽ ഓഫ് എൻവയോൺമെന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ പ്രസിദ്ധീകരിച്ച പഠനപ്രകാരം 1950-കൾ വരെ വയനാട്ടിലെ മൊത്തം വിസ്തൃതിയുടെ 85% വനമേഖലയായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനവും പശ്ചിമഘട്ടത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇനി അടുത്ത ഒരു ദുരന്തം വരുന്നതുവരെ എന്താണ് ഉരുൾപൊട്ടലുകൾക്ക് കാരണം എന്ന അന്വേഷണം തുടരും. എന്തായാലും ദൈവത്തിന്റെ സ്വന്തം നാടിപ്പോൾ ഉരുൾപൊട്ടലിന്റെ സ്വന്തം നാടുകൂടി ആവുകയാണ്.